അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു മുട്ട പൊരിച്ചെടുക്കാം, നല്ല തട്ടുള്ള സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ ഒരു മുട്ട പൊരിച്ചെടുക്കാമെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉപ്പ്, പിന്നെ കുരുമുളക്, പിന്നെ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എങ്ങനെയുണ്ടോ, പിന്നെ ഇത് ഉള്ളി, പിന്നെ ഇത് കരിയാപ്പില. അപ്പോൾ പിന്നെ പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിക്കാം. നമ്മൾ ഇത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്കിത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ട നമ്മൾ ഒഴിച്ചുകൊണ്ട് നിങ്ങളുടെ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് 7 മിനിറ്റ് ആവും. ഇതിൻ്റെ ആണെങ്കിൽ കുഴ പോയത് കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയ മുട്ടയെ കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതേവിടെ നമ്മുടെ മുട്ട നമ്മൾ മറിച്ചും തിരിച്ചാക്കിയിട്ട് നമ്മുടെ മുട്ട സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ ഇതിൻ്റെ ഇത് ഞാൻ ബാറ്ററി ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ മുട്ട എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട മുട്ടിച്ചിട്ടു കൈ ഇടിച്ച്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇട്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളി ഇട്ട് ഏകദേശം ഈ രീതിയിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പിടുന്ന പറഞ്ഞാൽ കൂടിപ്പോകും, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചിടാൻ നോക്കാം കേട്ടോ. ഇതായിട്ട് അത്ര ഇടുന്നുള്ളൂ. തിരിച്ചിട്ടിട്ടുണ്ട്. ഇട്ടാം. എന്നിട്ട് നമ്മൾ ഇനി കരിയാപ്പില ഇട്ടില്ലായിരുന്നു, കരിയാപ്പിലയും കൂടി ഇടാം. നമ്മൾ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ കാണാം ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കി ഏകദേശം ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നമ്മുടെ മുട്ട പൊരിച്ച പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ചൂടാക്കാനായിട്ട് അതിനുള്ള ഗ്യാസ് നമ്മൾ ഓണാക്കുകയാണ്. നമ്മൾ കുറച്ചിടുകയാണ്. കുറച്ചിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ എണ്ണ എടുത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെഡി ചെയ്തോ. അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റാക്കി നല്ല നല്ല എണ്ണയിലൊക്കെ നല്ല ഇതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇത് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബാറ്റർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ കുരുമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അത് മറച്ച് തിരിച്ചൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി വരച്ചു സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങൾ ബോറടിപ്പിക്കാതെ നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു എങ്ങനെയാണ് ബാറ്റർ ഉണ്ടാക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാനൊക്കെ ചൂടാക്കിയായിരുന്നു. നമ്മൾ ഇത് ഒഴിക്കാൻ പോവാണ്.
അപ്പോൾ ഗൈസ് നമ്മളിതേ മുട്ട നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ ഇതിനകത്തേക്ക്